ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ T20 പരമ്പരക്കുള്ള ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15 അംഗ സ്ക്വാഡിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ T20 പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച ടീമിൽ നിന്ന് റിങ്കു സിംഗ് അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി എന്നിവർ പുറത്തു പോയപ്പോൾ നിതീഷ് റെഡ്ഡിക്ക് പകരം ഹാർദിക് പാണ്ഡ്യ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. റിങ്കു അത് 16 അംഗ ടീമായിരുന്നു, നിലവിൽ 15 അംഗ ടീമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഋഷഭ് പന്തിനെ T20 ടീമിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ അവസാനം കളിച്ച ഇന്ത്യയുടെ 2 T20 മത്സരങ്ങളിലും 2-3 T20 മത്സരങ്ങളിൽ ജിതേഷിനാണ് ഇന്ത്യ അവസരം കൊടുത്തത്. സഞ്ജുവിനെ ഇന്ത്യ ബെഞ്ചിലിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യം, ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പരക്കിടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരക്കിടെ പരിക്കേറ്റ ഗില്ലിൻ്റെ പരിക്കിൽ നിന്ന് ഗില്ല് മുക്തനായി തിരിച്ചെത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയൊരു കാര്യം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന പരമ്പരയിൽ ഗില്ല് ക്യാപ്റ്റനായിട്ടുള്ള ഗില്ല് കളിച്ചിരുന്നില്ല, അവസാന ടെസ്റ്റ് മത്സരത്തിലും കളിച്ചിരുന്നില്ല. പക്ഷേ ഗില്ല് പരിക്കിൽ നിന്ന് മുക്തനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ടീമിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. വല്ലാത്തൊരു സെലക്ഷൻ ആയില്ലേ അത്? അല്ല, തീർച്ചയായും നമുക്കിപ്പം ഒരു താരങ്ങളുടെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതിഭകൾക്ക് ഇപ്പം ഓപ്പണിംഗ് പൊസിഷനിൽ കളിക്കാൻ ആളില്ലെങ്കിൽ ഗില്ലിന് ഇങ്ങനെ ഒരു അവസരം, ഗില്ലിന് നമുക്ക് നിർബന്ധമായിട്ട് അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ പരമ്പരയാണെങ്കിൽ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ക്രൂഷ്യൽ പരമ്പര അല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കുവാണ്. അപ്പം ഇതുപോലൊരു താരത്തെ വൈസ് ക്യാപ്റ്റനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു താരത്തെ അദ്ദേഹത്തിൻ്റെ പരിക്കിനും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപരി ഗില്ലിൻ്റെ ഫിറ്റ്നസ് എന്തിനാണ് ഇത്ര തിടുക്കം എന്നാണ് ചോദ്യം വരുന്നത്. തിടുക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം ടീം പ്രഖ്യാപിക്കാൻ വൈകി തന്നെ ഗില്ലിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ചാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ ടീം സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഗില്ലിൻ്റെ ഫിറ്റ്നസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കൂ എന്നുള്ളത് സ്റ്റാർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറയുകയാണ്. അപ്പം അതിൻ്റെ ആവശ്യം എന്തായിരുന്നു സംശയമാണ്. കാരണം ഇവിടെ കളിക്കാൻ വേണ്ടി മധ്യനിര ഓവറിൽ കളിക്കാൻ വേണ്ടി ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തുന്നുണ്ട്. റിങ്കു സിംഗ് ഇല്ലെങ്കിൽ കൂടി ഹാർദിക് നമുക്ക് ഓക്കെയാണ്. അപ്പം മധ്യനിരയിൽ ഇപ്പം കളിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ അവസരം ലഭിച്ചില്ലെങ്കിലും മധ്യനിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിൻ്റെ സ്ഥാനം ഓപ്പണറാണ്. ഓപ്പണറായിട്ട് ഇന്റർനാഷണലിൽ തിളങ്ങിയ താരമാണ്. ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുന്ന താരമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു താരം ഉണ്ടായിരിക്കുമ്പോൾ സഞ്ജു അഭിഷേകും കോംബോ അത് തെളിയിച്ചായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം 3 സെഞ്ചുറിയൊക്കെ തുറന്ന് മികച്ച രീതിയിൽ നേടി പോയതാണ്. ഈ നിലവിൽ T20 സ്ക്വാഡിലുള്ള ഒരു താളം തെറ്റിച്ചത് തന്നെ ഗില്ലിൻ്റെ വരവായിരുന്നു. അപ്പം അങ്ങനെ താളത്തിൽ പോയിരുന്ന ടീമിലേക്ക് ആ ഒരു താളത്തിലേക്ക് വീണ്ടും എത്താനുള്ള അവസരം കൂടിയാണ്. അങ്ങനെ വരുമ്പം അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടും ഗില്ലിനെ എന്തിനു വേണ്ടി ഇങ്ങനെ തിരികെ കയറ്റുന്നു എന്ന്, അത് ഉപനായകനായിട്ട് ടീമിൽ ഇപ്പം ഏഷ്യ കപ്പ് കളിച്ചു, കുഴപ്പമില്ല, ഓസ്ട്രേലിയ കളിച്ചു, അതും ഓക്കെയാണ്. താരം പരിക്കും പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഈ ടീമിൽ അങ്ങനെ മാറ്റി പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. എന്തായാലും ഗില്ല് ഉപനായകനായിട്ട് ടീമിലുണ്ടാവും, അതിൽ ആ ഒരു സംശയവും വരുന്നില്ല. സഞ്ജുവിൻ്റെ സ്ഥാനം പുറത്താണെങ്കിലും ഗില്ല് ഉണ്ടാവും എന്നറിയാം. പക്ഷേ ഇങ്ങനെ പരിക്ക് പറ്റി നിൽക്കുമ്പോൾ കൂടി എന്തിന് കളിപ്പിക്കുന്നു? അതിപ്പം ഒരവസരം കൊടുത്ത് സഞ്ജു വീണ്ടും തെളിയിച്ചാൽ വീണ്ടും തലവേദനയാകും എന്ന് കരുതിയിട്ടാണോ എന്നുള്ള സംശയമാണ് എനിക്ക് വരുന്നത്. കാരണം ഇതിപ്പം ഫിറ്റ്നസ് തെളിയിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കളിക്കാൻ പറ്റുന്നില്ല. സഞ്ജു ഓപ്പണിങ്ങിൽ വന്ന് സഞ്ജുവും അഭിഷേകും വീണ്ടും തെളിയിക്കുന്നു. അപ്പോൾ ഗില്ലിന് പൊതുവെ പറയുന്നതാണ് ഗില്ല് T20 പറ്റിയ താരമല്ല, ഏകദിനവും ടെസ്റ്റുമാണ്. കാരണം ഗില്ലിൻ്റെ ഒരു പതിഞ്ഞ തുടക്കം അത് ഒരു പവർ പ്ലേയിൽ അല്ലെങ്കിൽ ഒരു T20 ഫോർമാറ്റിൽ അത്ര ചേർന്നല്ല പറയാറുണ്ട്. അത് അങ്ങനെ വാദങ്ങൾ പലതും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് അല്ലാതെ പലപ്പോഴും ഗില്ല് തെളിയിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മൾ പറയുന്നൊന്നുമില്ല, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ കൂടി വരുമ്പം ഇങ്ങനെ അത് തെളിയിച്ച് ഒരു പവർ പ്ലേയിൽ അടിച്ച് കളിക്കുന്ന മികച്ച തുടക്കം നൽകുന്ന അഭിഷേകും സഞ്ജു ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു എന്തിനൊരു തിരികെ കയറ്റുന്നു അല്ലെങ്കിൽ എന്തിനൊരു റിസ്ക് എടുക്കുന്നു? ഒരു താരത്തിന്റെ കരിയറിനും കൂടെ വെച്ചിട്ടുള്ള റിസ്ക് എടുക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് എനിക്ക് വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 5 T20 മത്സരങ്ങളാണ് കളിക്കുന്നത്. 5 T20 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നീണ്ട പരമ്പരയാണ്, കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പരയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗില്ല് ഏതെങ്കിലും ഘട്ടത്തിൽ ചിലപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനാകുമോ എന്നൊരു സാഹചര്യത്തിലായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇന്ത്യൻ ടീമിന്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 മത്സരങ്ങൾക്ക് ഉള്ള ഒരു ടീമിനെ പ്രഖ്യാപിക്കുക. സാധാരണ ഹോം ടീമുകളൊക്കെ ചെയ്യുന്നതാണത്. ഒരു 2 മത്സരങ്ങൾക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കുക, എന്നിട്ട് BCC സ്വാഭാവികമായിട്ടും ഈ സെന്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് അനുസരിച്ചിട്ട് അടുത്ത ടീമിന് അപ്ഡേഷൻ നടത്താം. പക്ഷെ അങ്ങനെ ഒന്നും തയ്യാറാകാതെ എന്തിനാണ് ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? പ്രഖ്യാപിക്കാനാണോ സംശയം? അല്ല, വൈസ് ക്യാപ്റ്റനായിട്ട് അക്ഷർ പട്ടേലിനെ കളിപ്പിക്കാലോ. അക്ഷർ പട്ടേൽ ഓൾറെഡി വൈസ് ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ ഇനി എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ്, സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്ന് സഞ്ജു വീണ്ടും തിളങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഒരു ആരാധകർ എന്ന രീതിയിൽ ഇപ്പോൾ സഞ്ജു ആണെങ്കിൽ
സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഓപ്പണിംഗിൽ കളിച്ചിട്ട് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഇന്നിങ്സുകൾ ഇന്നിപ്പോ മുംബൈക്കെതിരെ കളിച്ചിട്ടുണ്ട്. അതെ, 2 ഇന്നിങ്സുകളിൽ നിരാശപ്പെടുത്തിയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. 15 ഗോൾ 43 അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിലും അല്ലെങ്കിൽ അതെ അതെ. അപ്പൊ അങ്ങനെ സഞ്ജുവിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി അത് കൂടുതൽ ആളുകൾ ചോദിക്കും, ഈ ഇങ്ങനെയുള്ളൊരു താരത്തെ എന്തിനാണ് നിങ്ങൾ ഓപ്പണിംഗിൽ മാറ്റി എന്ന് ചോദിക്കുമെന്ന്. അല്ലെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ജയ്സ്വാളിന് ആദ്യത്തെ 2 മത്സരങ്ങളിൽ അവസരം കൊടുക്കാം, എന്നിട്ട് പിന്നെ ഇന്ത്യക്ക് വേണമെങ്കിൽ ടീമിനെ മാറ്റാം. സഞ്ജുവിന് മധ്യനിരയാണെങ്കിൽ ജയ്സ്വാളിനെ കളിപ്പിച്ചിട്ട് സഞ്ജുവിന് മധ്യത്തിൽ എല്ലാ ടീമുകളും ചെയ്യുന്നതാണ്. ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ 2 മത്സരത്തിനോ ഉള്ള ടീമിനെ പ്രഖ്യാപിക്കുകയും ബാക്കി അല്ലെങ്കിൽ മൂന്നാമത്തെ മത്സരം മുതൽ ഇങ്ങനെ ടീം മാറ്റിയിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യാം ഇന്ത്യനെ സംബന്ധിച്ച്. പക്ഷെ ഈ പരമ്പരയിൽ സഞ്ജു സാംസണെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചത്, ഋഷഭ് പന്തിനെ എന്തായാലും കൊണ്ടുവന്നിട്ടില്ല. ലോകകപ്പ് വരെ T20 ലോകകപ്പ് വരെ സഞ്ജുവിനും അതുപോലെ തന്നെ ജിതേഷിനും അവസരം കൊടുക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ളത്. ഋഷഭ് പന്തിനെ കൊണ്ടുവരാനുള്ള പ്ലാനുകൾ ഉണ്ട് എന്നുള്ളതെല്ലാം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത് കഴിഞ്ഞിട്ട് T20 ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ ഋഷഭ് പന്ത് കയറി വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ. അല്ല, അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാറില്ല, ചെയ്യാറുണ്ട്, അതുകൊണ്ട് പറയാണ്. അല്ല, ഇനിയിപ്പോ മറ്റേ സഞ്ജുവിനെ സംബന്ധിച്ച് മധ്യനിര ഇപ്പോ ജിതേഷും സഞ്ജു ആണല്ലോ രണ്ടത്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയില് എനിക്ക് നമ്മളിപ്പോ ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ സഞ്ജുവിന്റെ 5ാമത്തെ മത്സരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 മത്സരങ്ങൾ വരെ ഉള്ളത് നോക്കാം. ഈ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ പബ്ലിഷ് ആകുന്നതിന് മുമ്പ് ബറോഡക്കെതിരെയുള്ള മത്സരം നടക്കാനുണ്ട്. ബറോഡയുടെ മത്സരം നടക്കാനുണ്ട്. അപ്പൊ ആദ്യത്തെ 4 മത്സരങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ സഞ്ജു എല്ലാ മത്സരങ്ങളിലും ടോപ്പ് ഓർഡറിൽ ഓപ്പണർ ആയിട്ടാണ് കളിച്ചത്. ജിതേഷ് മധ്യനിരയിലാണ് കളിച്ചത്. ജിതേഷ് മധ്യനിരയിൽ എനിക്ക് തോന്നുന്നു 4 മത്സരങ്ങളിൽ നിന്ന് 56 റണ്ണാണ് നേടിയിട്ടുള്ളത്. 2 മത്സരങ്ങളിലും ചെറിയ സ്കോറിന് പുറത്തായി. ഒരു മത്സരത്തിൽ ബാറ്റിംഗ് കുറച്ച് പന്തുകളെ ബാറ്റ് നേരിടേണ്ടി വന്നുള്ളൂ. ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് 43 നേടിയിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി മാറുകയും ചെയ്ത്. സഞ്ജുവിനെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി. 2ാമത്തെ മത്സരത്തിൽ ഒരു ബാറ്റിങ്ങിന് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ഇതായിരുന്നു. കേരളത്തിന്റെ എല്ലാ ബാറ്റർമാരും നിരാശപ്പെടുത്തിയപ്പോൾ സഞ്ജു 25 ബോളിൽ 19 റൺ മാത്രമാണ് നേടിയത്. പക്ഷെ 3ാമത്തെ മത്സരത്തിൽ 15 പന്തിൽ 43 അടിച്ച് സഞ്ജു ഫോമിലേക്ക് തിരിച്ചെത്തി, ഹാട്രിക് 6കൾ നേടി. വീണ്ടും 4ാമത്തെ മത്സരത്തിൽ സഞ്ജു ഒരു റണ്ണിന് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ 5ാമത്തെ മത്സരത്തിൽ സഞ്ജു ഫോമിൽ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് T20 സഞ്ജുവിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ടോപ്പ് ഓർഡറിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. സെലക്ടർമാരിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് സഞ്ജു ടോപ്പ് ഓർഡറിലാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നത്, നമുക്ക് വേണ്ടത് മധ്യനിര ബാറ്റ്സ്മാനാണ്, മധ്യനിരയിൽ നോക്കൂ ജിതേഷ് കളിക്കുന്നില്ല പറഞ്ഞിട്ട് ഒരു ഒറ്റ ഇന്നിങ്സിനെ വച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. ഇവരുടെ അഗാക്കാറിന്റെ ഒക്കെ ലോജിക്ക് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഈ പറയുന്നത്. അപ്പം അതിലേക്ക് സഞ്ജുവിന് ഒരു പരിഗണന പ്രത്യേക പരിഗണന എന്നല്ല, കളിക്കുന്നത് തന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞത് ഗില്ല് ഓപ്പണിംഗ് കളിക്കാറുണ്ട്. സഞ്ജുവിൻ്റെ സ്ഥാനം മധ്യനിരയിലാണ്. സഞ്ജു മധ്യനിരയിൽ കളിക്കുന്നില്ല, മധ്യനിരയിൽ താരത്തിന് തിളങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ കണ്ടിരുന്നല്ലോ, അതാണല്ലോ ജിതേഷിന് അവസരം കൊടുത്തത്. ജിതേഷ് അവസരം തെളിയിച്ചു. ജിതേഷ് ഇപ്പോഴും മധ്യനിരയിൽ തന്നെയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജിതേഷിനെ കളിക്കട്ടെ ചിലപ്പോൾ ഇവർ പറഞ്ഞു പോകും. അതിലേക്ക് ഇപ്പം വരുമ്പം ഈ ഗില്ലിൻ്റെ ആദ്യ മത്സരത്തിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ സഞ്ജുവിന് ഓപ്പണറായിട്ട് അവസരം ലഭിച്ചേക്കും. അല്ല, സഞ്ജു തന്നെയാണ് അവസരം ലഭിക്കുന്നതും. അപ്പം സഞ്ജു കളിച്ചേക്കും ഈ പറഞ്ഞ പോലെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മത്സരത്തിന് തലേന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തന്നെ ഗില്ല് കളിക്കാൻ അവസരമാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ അത് സഞ്ജുവിനെ കളിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. ഗില്ലിനെ ഇവർ ഭാവിയിലേക്ക് കാണുന്നത്. T20 നമുക്ക് മാറ്റി വെക്കാം. ടെസ്റ്റും ഏകദിനം വരുന്ന സമയത്ത് ഒരു ക്യാപ്റ്റനാണ് ടീമിൻ്റെ. ആ ഒരു ക്യാപ്റ്റൻ്റെ ഒരു നെക്ക് ഇഞ്ചുറിയാണ് വരുന്നത്. T20 ഏത് ഫോർമാറ്റ് ആയിക്കോട്ടെ കളിക്കേണ്ട ഒരു റിയാക്ഷൻ ടൈമൊക്കെ വരുമ്പം അത് അദ്ദേഹം ടെസ്റ്റ് മത്സരത്തിനിടയിൽ പരിക്കേറ്റ് പുറത്തുപോയത്, ആദ്യ മത്സരത്തിനിടയിൽ പരിക്കേറ്റ് പുറത്തുപോയത് നമ്മൾ കണ്ടതാണ്. വീണ്ടും അദ്ദേഹത്തിന് ICUയുടെ ചികിത്സയുടെ ചിത്രങ്ങൾ വന്നു. ഇപ്പം പരിക്കുന്ന ഭേദമായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇത്രയും റിസ്ക് എടുത്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി അത്രക്ക് പരിതാപകരമായ ഇപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗില്ലില്ലെങ്കിൽ നമുക്ക് പറയാം കുറച്ച് റിസ്ക്കാണ് കാര്യങ്ങൾ. ഗില്ലും കൂടി ഇല്ലെങ്കിൽ തീർന്നു എന്ന് നമുക്ക് പറയാം. കാരണം മറ്റു താരങ്ങളൊന്നുമില്ല. ഏകദിനത്തിൽ ഭേദപ്പെട്ട പ്രകടനം താരങ്ങളുണ്ട്. ഗില്ലില്ലെങ്കിലും കുഴപ്പമില്ല അറിയാം. T20 വരുമ്പോൾ ഗില്ലിൻ്റെ ആവശ്യം വരുന്നില്ലെന്നേ. ഗില്ലിപ്പം ഏഷ്യ കപ്പിലാണ് വന്നത്. അതിന് മുന്നേ ഈ ടീം തകർത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഗില്ല് വന്നപ്പോഴാണ് ഈ ബാറ്റിംഗ് ഓർഡറും പൊസിഷനൊക്കെ മാറിപ്പോണ്ടി വന്നതും ഒരു ആശയക്കുഴപ്പം വന്നതും ടീമൊന്നും സെറ്റാവാത്തതും. അപ്പോൾ ആ ഒരു താരത്തെ അങ്ങനെ ഒരു താരത്തെ മാറ്റി നിർത്താൻ എന്താണ് പ്രശ്നം? ആർക്കാണ് തടസ്സം? എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവാത്തത്? ഇപ്പം പറഞ്ഞ പോലെ 2 മത്സരം സ്ക്വാഡോ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന 2 മത്സരത്തിന് വേണ്ട 5 മത്സരത്തിൽ ഈ പരമ്പരയിൽ തന്നെ അദ്ദേഹം വിശ്രമം കൊടുക്കട്ടെ, മാറിക്കട്ടെ. നമുക്ക് ബൂമറ ഇപ്പം വിശ്രമം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ബോളിംഗ് നിരക്ക് കരുത്ത് വരുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഒരു ഇടവേളയ്ക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു അനുഭവ താരം മധ്യത്തിൽ നമുക്ക് ബാറ്റിംഗ് കൊണ്ട് ബോളിംഗ് ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രെങ്ത് കൂടുവാണ്. ഇപ്പോൾ കളിക്കുന്ന നായകനായിട്ട് സൂര്യകുമാർ യാദവ് തന്നെയുണ്ട്.
നായകനല്ലല്ലോ, ഉപനായകനായിട്ട് പറഞ്ഞാൽ ഇപ്പം സൈഫ് പറഞ്ഞ അക്ഷർ പട്ടേൽ ഉണ്ട്. നമുക്ക് ആവശ്യം വരുന്നില്ല ഒരു താരത്തിന് ആവശ്യമില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഉണ്ടെങ്കിലേ കളി നടക്കൂ, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിലേ ചാൻസ് ഉള്ളൂ എന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. പിന്നെയും എന്തിനാണ് എന്നാണ് ചോദ്യം വരുന്നത്. തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഈ ഇന്ത്യൻ ടീമിൻ്റെ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ടീമിൻ്റെ ഒരു ശക്തി നോക്കുകയാണെങ്കിൽ നല്ല ഒരു അർഷ്ദീപും അതുപോലെ തന്നെ ബുംറയും കൂടി ചേരുന്നതോട് കൂടിയിട്ട് നല്ലൊരു പേസ് അറ്റാക്ക് ഇന്ത്യൻ ടീമിനുണ്ട്. തീർച്ചയായിട്ടും ഈ ടീമിനുണ്ട്. അതുപോലെ തന്നെയാണ് ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെ ഇന്ത്യക്ക് വെടിക്കെട്ട് തുടക്കം തന്നെ ഇന്ത്യക്ക് നൽകാൻ കഴിയുന്ന ഒരു താരമാണ് അഭിഷേക് ശർമ്മ. അഭിഷേകിന്റെ ഒപ്പം സഞ്ജു ആണോ ഗില്ലാണോ ആരാണോ ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓൾറൗണ്ടർമാർ ഹാർദിക്, അക്സർ, ദുബെ, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ, അങ്ങനെ ലോകോത്തരമായിട്ടുള്ള ഒരു ഓൾറൗണ്ട് അറ്റാക്ക് ഇന്ത്യനെ സംബന്ധിച്ചുണ്ട്. പിന്നെ വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് റോളിന്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷനാണ് ഇപ്പം നമുക്കുള്ളത്. ഗില്ലാണോ ആരാണോ ഓപ്പണിംഗ് റോളിൽ കളിക്കുക എന്നുള്ളൊരു സംശയം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മധ്യനിരയിൽ എങ്ങനെയാണ് ബാറ്റിംഗ് വരുന്നത്, ഓരോ താരങ്ങൾ എങ്ങനെയാണ് അതെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതൊരു ഉറപ്പില്ലാത്തൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ടീമിനെ സംബന്ധിച്ച് അഭിഷേകിന്റെ ഒരു പ്രകടനം ഒരു വലിയൊരു അവസരമാണ് അഭിഷേകിന് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തെളിയിക്കാൻ ഇപ്പോൾ അഭിഷേക് ഒരു സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലടക്കം കിഡിലൻ ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഷിത് റാണനെ പോലുള്ള താരങ്ങൾ വീണ്ടും വീണ്ടും അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഒരു മികച്ച ബൗളറായിട്ട് വളർത്തിയെടുക്കാനുള്ള ശ്രമമായിരിക്കാം. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ ആദ്യ ഏകദിന മത്സരത്തിൽ നല്ല തരക്കടില്ലാത്തൊരു ന്യൂ ബോൾ സ്പെല്ല് വന്നിരുന്ന ഹർഷിത് റാണയിൽ നിന്ന്. അതുപോലെ തന്നെ 3-ാം നമ്പറിലേക്ക് 4-ാം നമ്പറിലൊക്കെ എങ്ങനെയാണ് ടീം വരുന്നത്, തിലക്, ഇങ്ങനെയുള്ള ഒരു അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് എന്താണ് ഒരു ഭീഷണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗില്ലിന്റെ ഇഞ്ചുറി മാനേജ്മെന്റ് തന്നെയാണ്. അതെങ്ങനെയാണ് ഇന്ത്യ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ല, നമുക്കിപ്പോൾ ഒരു ഫിറ്റ്നസ് ഉറപ്പുള്ള ഒരു താരത്തെ പ്രഖ്യാപിക്കുന്നത് പോലെയല്ല ഒരു സ്റ്റാർ ഇട്ടിട്ട് ഫിറ്റ്നസ് കിട്ടിയാൽ ഉൾപ്പെടുത്തും എന്ന് പറയുന്ന ഒരു ശരിയാണ്. ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ മാറ്റി നിർത്തുമായിരിക്കും. പക്ഷെ അത് അവിടെ കാര്യമായിട്ട് കൺഫ്യൂഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഇപ്പൊ സഞ്ജു അങ്ങനെ പകരം ഒരു ഓപ്പണറെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ഗില്ല് ഇതിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ടീമുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഗില്ലിനെ അങ്ങനെ പരിക്കിലും ഫിറ്റ്നസിന് ഉൾപ്പെടുത്താതെ ടീമിൽ ഉൾപ്പെടുത്തി എന്നൊരു ചർച്ച വരണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ആ മുൻകൂർ ജാമ്യം അവിടെ എടുത്തിട്ടുള്ളത്. പക്ഷെ ഗില്ലിന് ആദ്യ മത്സരമൊക്കെ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓപ്പണിംഗിലേക്ക് സഞ്ജു ഏത് റോളിലാണ് കളിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഗില്ല് എന്ന് പറയുന്ന ഒരു പ്ലാൻ അത് അവിടെ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. T20 ഇനിയിപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പര വരുന്നുണ്ട്, ലോകകപ്പ് T20 പരമ്പര വരുന്നുണ്ട്. ഓപ്പണിംഗിലേക്ക് സഞ്ജുവിന് നോക്കേണ്ട. അത് ഈ പറയുന്ന ഗില്ലിന് എന്തെങ്കിലും ഇങ്ങനെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ചാൻസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സാധ്യത മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് സഞ്ജുവിന് മധ്യനിരയിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ള വ്യക്തമായ സൂചനകൾ, വ്യക്തമായ സന്ദേശം വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇന്ത്യ ലോകകപ്പിൽ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ റിങ്കു സിംഗിനെ മാറ്റി നിർത്തിയത് എന്താണ് എന്നുള്ളതിന്റെ ഒരു കാര്യം കൂടി നമുക്ക് അറിയില്ല. കാരണം ഫിനിഷർ റോളിലേക്ക് ഇപ്പൊ ഹാർദിക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും റിങ്കു എന്ന് പറയുന്ന ഒരു ബാറ്റർ, സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ആയിട്ട് ഇനി മറ്റെന്തെങ്കിലും അതിനകത്ത് കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഏതാണ്ട് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിന്റെ ഒരു വ്യക്തമായ ഒരു സൂചന ഈ ടീമിലുണ്ട്. ഇനി അടുത്ത T20 പരമ്പര ന്യൂസിലൻഡിനെതിരെയുള്ള T20 പരമ്പര കൂടി നടക്കുമ്പോൾ ന്യൂസിലൻഡിനെതിരെയുള്ള T20 പരമ്പരയിൽ ഒരു മത്സരം തിരുവനന്തപുരത്ത് കളിക്കാനുണ്ട്. ആ മത്സരത്തിൽ സഞ്ജുവിന് അവസരം കിട്ടും എന്നൊക്കെ പ്രതീക്ഷ നമ്മളെല്ലാവരും കളി കാണാനൊക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യൻ ടീമിന്റെ കളി കാണാൻ നമ്മൾക്ക് വലിയ ആവേശമുണ്ട്. എന്തായാലും ഒരു തിരുവനന്തപുരത്താകുമ്പോൾ സഞ്ജു വേണമെങ്കിൽ അതിന് ഇരട്ടി ആവേശമാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള T20 പരമ്പര ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു പ്രകടനം ഈ ടീമിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.